പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ മരണം കേരളത്തെ ഞെട്ടിച്ച മരണമാണ്. ഒരു കോളേജ് ക്യാമ്പസിൽ അതിക്രൂരമായി ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. കഴിഞ്ഞ 18-നാണ് ആ വിദ്യാർത്ഥി കോളേജിലെ ഹോസ്റ്റലിലെ ഒരു ബാത്റൂമിൽ തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് കണ്ടത് എന്ന് പറയുന്നു. കഴിഞ്ഞ 18 രാത്രിയിലാണ് ഈ സംഭവം നടന്നു. 19-ാം തീയതി പോസ്റ്റ്മോർട്ടം ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിൽ തലയുടെ പിന്നില് ഒരു പരിക്ക്, തലയൊട്ടിയോട് ചേർന്ന് തലയുടെ പിന്നില് ഒരു പരിക്കുണ്ട്. കൂടാതെ മുഖത്ത് ഇടതുവശത്തും വലതുവശത്തും ചെവിയുടെ ഭാഗങ്ങളിൽ പരിക്കുണ്ട്. ദേഹമാസകലം ചെറുതും വലുതുമായ ചതവും മുറിവുകളും 3 ദിവസം പഴക്കമുണ്ട്. അതിനർത്ഥം സിദ്ധാർത്ഥ എന്ന കുട്ടിയെ 20 വയസ്സുകാരനെ അതിക്രൂരമായി കഴിഞ്ഞ 3 ദിവസം മർദ്ദിച്ചു എന്നാണ്. ഇതൊരു ആത്മഹത്യയാണ് എന്ന് പറഞ്ഞ് അത് വെളിയിലോട്ട് അധികം വരാതെ ആ വാർത്ത വീട്ടുകാരെ മാത്രം അറിയിച്ച് അത് ഒതുക്കി തീർക്കാനായിട്ട് ആ കോളേജ് ക്യാമ്പസിലെ ഡീനും അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറും ഹോസ്റ്റൽ വാർഡനും അവിടുത്തെ ട്രേഡ് യൂണിയൻ സംഘടനകളും ഒക്കെ ശ്രമിച്ചു എന്നുള്ളതാണ്. പക്ഷേ വാർത്തകൾ ഒന്നൊന്നായി വെളിയിലോട്ട് വന്നു. SFI വിദ്യാർത്ഥികളെ 6 പേരെ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തു. കോളേജ് യൂണിയൻ ചെയർമാൻ കെ അരുൺ ഏതായാലും DYSP കൽപ്പറ്റയുടെ മുമ്പിൽ കീഴടങ്ങി. SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഇബ്സാൻ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ആ കേസിൽ 1-ാം പ്രതിയായ ഒരാള് ഏറ്റവും പ്രായമുള്ള ആളാണ്. 28 വയസ്സ് പ്രായമുണ്ട്. അയാൾ പാലക്കാട് സ്വദേശിയാണ്. ആമിയൂർ കോട്ടയിൽ അമൽ 28 വയസ്സാണെന്ന് വിചാരിച്ചോണം. PhD വിദ്യാർത്ഥിയാണ്. അയാൾ PhDക്കാണോ അയാൾ ഒരാളെ തല്ലിക്കൊല്ലുന്നതിൽ PhD എടുക്കുകയാണോ എന്ന് നമുക്കറിയില്ല. ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടെന്ന് ധരിക്കുന്ന അമൽ എന്ന 28 വയസ്സുകാരൻ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം കൊടുക്കേണ്ടയാള്, അവർ ഇതുപോലെ ഏതെങ്കിലും വയലൻസിലേക്ക് പോയാൽ തടയേണ്ടയാള്, അയാളാണ് ഈ കേസിൽ 1-ാം പ്രതി. മറ്റു കുട്ടികളെല്ലാം 20-21 വയസ്സ് പ്രായമുള്ളവരാണ്. ഏതായാലും യൂണിയൻ ചെയർമാന് DYSP കൽപ്പറ്റ മുമ്പിൽ കീഴടങ്ങുകയും ചെയ്തു. 1-ാം പ്രതിയായി ഇയാളെ പാലക്കാടെത്തി DYSP സംഘവും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കേരളത്തിലെ ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതകത്തിൽ ഒന്നാണ്. ഇനി നമ്മൾ നിഷ്ഠൂരമായ കൊലപാതകം TP ചന്ദ്രശേഖരന്റെ കണ്ടു. ആ പാർട്ടി നേതാക്കളുടെ മക്കളും അല്ലെങ്കിൽ SFIയുടെ പിന്തുടർച്ചക്കാരുമാണ് അതിനിഷ്ഠൂരമായ കൊലപാതകം നടത്തിയത്. ഇതൊരു തൂങ്ങി മരണമല്ല. കാരണം കഴുത്തിലെ പിന്നിലെ മുറിവും ദേഹത്തിലെ 3 ദിവസം പഴക്കമുള്ള മുറിവും മുഖത്ത് ചെവിയുടെ ഭാഗത്തുള്ള അടിയും, അങ്ങനെ ഒരാൾക്ക് സ്വയം നടക്കാൻ കൂടി കഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇയാളെ മുറിയിൽ പൂട്ടിയിട്ട് ഇയാളെ പട്ടിണിക്കിട്ട് ഇയാള് പോസ്റ്റ്മോർട്ടത്തിൽ ഇയാളുടെ വിസറ, ഇയാളുടെ സ്റ്റൊമക്ക് പരിശോധിച്ചാൽ ഒരു തുള്ളി പോലും വെള്ളം പോലും ഇല്ല, ഭക്ഷണ പദാർത്ഥമേ ഇല്ല, വെള്ളവും ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? 3 ദിവസം അയാൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. 3 ദിവസം അയാളെ പല മുറികളിൽ പൂട്ടിയിട്ടു. ഇല്ലീഗൽ ഡീറ്റൻഷനാണത്. 342 IPC പ്രകാരം കുറ്റമാണത്. എങ്ങും പോകാതെ മുറി പൂട്ടി പട്ടിണിക്കിട്ട് പൂട്ടിയിട്ട അദ്ദേഹത്തിനെ പലതവണ വെളിയിൽ കൊണ്ടുവന്ന് മർദ്ദിച്ചു. ആൾക്കൂട്ട വിചാരണയാണ്. അതാണ് ഈ കുട്ടികൾ നടത്തുന്നത്. ഇത്രയും വിദ്യാഭ്യാസമുള്ള വെറ്ററിനറി കോളേജിൽ പഠിക്കുന്ന 20, 21, 22 വയസ്സുള്ള ഈ SFI കുട്ടികളെല്ലാവരും അവരുടെ വയലൻസിലേക്കാണ് നീങ്ങുന്നത്. കേരളത്തിലെ വിദ്യാർത്ഥികളെല്ലാം വയലൻസിലേക്ക് വരുന്നതിൻ്റെ കാരണം എല്ലാ കോളേജുകളിലും അധികാരം പിടിക്കാൻ വയലൻസും ഭീതിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും അടിക്കുകയും ചവിട്ടുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്താണ് രാഷ്ട്രീയം കേരളത്തിലെ കുട്ടികൾ നടത്തുന്നത്. കോളേജിലെ സ്കൂളുകളിലെ അധികാരം തിരിച്ചു പിടിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് വർഷങ്ങളായി 2 തലമുറകളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. കാരണം ഇവരുടെ പിതാക്കന്മാരും ഇതേ രീതി വളർന്നു വന്നവരാണ്. ഡ്രഗ്സ് അടിക്കുകയും അതുപോലെ തന്നെ മദ്യം കഴിക്കുകയും
40-45 വയസ്സുള്ള പിതാക്കന്മാരുടെ മക്കളാണ് 20-21 വയസ്സുള്ള ഈ SFI വിദ്യാർത്ഥികൾ. ഇതിനകത്ത് നമുക്കൊരു മോചനമില്ല. ഏതായാലും തിരുവനന്തപുരത്തെ സിദ്ധാർത്ഥന്റെ വീട്ടിൽ ഗവർണർ എത്തി. അദ്ദേഹം അവരെ ആശ്വസിപ്പിച്ചു. അവർ കൊടുത്ത പരാതി DGPക്ക് അയച്ചു. DGPയോട് അതിന് മറുപടി എത്രയും പെട്ടെന്ന് തരാൻ പറഞ്ഞു. ഈ കേസ് 18-ാം തീയതി നടന്നിട്ട് പുറം ലോകം അറിയുന്നത് കഴിഞ്ഞ 2-3 ദിവസം കൊണ്ടാണ്. അതവിടെ മൂടി വെക്കാൻ ശ്രമിച്ചു. 110 ഏക്കർ വിസ്തീർണമുള്ള വെറ്റിനറി കോളേജ് ഏകദേശം വളരെയധികം 1000-ഓളം കുട്ടികളോ ആ ക്യാമ്പസിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഈ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥനെ ആ ഹോസ്റ്റലിലെ മുൻവശത്തെ ഗ്രൗണ്ടിൽ നഗ്നനായി കിടത്തി അവന്റെ തുണി വലിച്ചൂരി 130 വിദ്യാർത്ഥിനികളെ മുമ്പിലിട്ട് മർദ്ദിക്കുന്നതാണ്. ഒരു വിചാരണയാണത്. ഈ SFI അവിടെയുള്ള നേതാക്കന്മാരുടെ ഭാഷയിൽ അത് വിചാരണയാണ്. അവനെ മര്യാദ പഠിപ്പിക്കുകയാണ്. മനുഷ്യനാണ് എന്ന് ആ മനുഷ്യ മൃഗങ്ങൾ കരുതിയില്ല. ഇതൊരു മനുഷ്യനാണ്. തല്ലിക്കൊല്ലുകയാണോ? ഇത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഉൾപ്പെട്ട 20, 21 അല്ലെങ്കിൽ 22 വയസ്സ്, ഒരാൾ മാത്രം 28 വയസ്സുണ്ട്. ഈ പ്രതികളെ ക്യാപിറ്റൽ പണിഷ്മെന്റോ തൂക്കിക്കൊലയോ വേണ്ടി വരും. സമൂഹത്തിൽ നമുക്ക് ഇവരെ ആവശ്യമില്ല. ഇവരെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളതാണ്. ഇവരെ നന്നാക്കി എടുക്കേണ്ട ആവശ്യം നമുക്കില്ല. കാരണം ഇവർ വളർന്നു വന്നിരിക്കുന്ന വയലൻസ് ഉപയോഗിക്കാൻ വേണ്ടി അവരുടെ ബ്ലഡിൽ കയറി കിടക്കുന്നതാണ്. അവരെ വളർത്തിയ പിതാക്കന്മാരും ഇതിനൊക്കെ തന്നെയാണ് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ 2 തലമുറകൾ 40-45 വർഷമായിട്ട് നശിച്ചു പോയി. യൂണിവേഴ്സിറ്റി കോളേജിൽ ഇത് തന്നെയായിരുന്നു. എറണാകുളം മഹാരാജാസ് കോളേജിൽ എത്ര കോളേജിലെ എത്ര കുട്ടികളുടെ ജീവനാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. 40-45 വർഷമായിട്ട് കോളേജ് രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ഇവിടെ രാഷ്ട്രീയം പഠിച്ച് അവരെ മന്ത്രിമാരായി MLA-മാരാക്കാൻ ശ്രമിക്കുന്ന ഒരു വർഗം വന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെയൊക്കെ തന്നെ. അതുകൊണ്ട് ഇതാണ് നല്ല ട്രാക്ക് എന്നാണ് ഈ കുട്ടികൾ കരുതുന്നത്. സ്കൂളും കോളേജിലും രാഷ്ട്രീയം പരിച്ഛേദം നിർത്തേണ്ടതാണ്. കാരണം ഹൈക്കോടതി നേരത്തെ അങ്ങനെ ഒരു ഓർഡർ ഇറക്കിയെങ്കിലും അത് ഫലവത്തായില്ല. കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും രാഷ്ട്രീയ കളരിയായിട്ട് സ്കൂളും കോളേജിനെയും കണ്ടു കഴിഞ്ഞു. ഇവിടുത്തെ കോളേജും സ്കൂളുകളിലെ കുട്ടികൾ പലരും +2 പഠിക്കുന്നത് വരെ ഇപ്പം വിദേശത്തേക്ക് മാറിക്കഴിഞ്ഞു. ഇവിടുത്തെ അരക്ഷിതാവസ്ഥ, കോളേജിലെ സ്കൂളിൽ അയക്കുന്ന കുട്ടികൾക്ക് ജീവനോടെ മടങ്ങി വരുമോ ഇല്ലെന്ന് ഭയം. കടം വാങ്ങിച്ചാണേലും കുട്ടികളെ എല്ലാം വിദേശത്തേക്ക് പോകുന്നു. പല പ്രൊഫഷണൽ കോളേജുകളിലും സർക്കാർ കോളേജുകളിലും ഏകദേശം 30-40ഓളം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അത് തീർച്ചയായിട്ടും അവിടെ ഒരു 60-70% വരുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം വിദേശത്തേക്ക് കുട്ടികളുടെ പ്രവാഹമാണ്. കടം വാങ്ങിച്ചു അത് വിദേശത്ത് അയക്കുകയാണ്. കുട്ടികളുടെ ജീവൻ രക്ഷിക്കണമല്ലോ, അവരുടെ ഭാവി കരുതണമല്ലോ. ഇവിടെ രാഷ്ട്രീയക്കാരെ പിണിയാളാക്കാൻ ശ്രമിക്കുന്ന ഒരു വർഗം ഇവിടെ രൂപീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ 40-45 വർഷമായിട്ട്. യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് ഞാൻ തിരുവനന്തപുരം സിറ്റിയിലെ പോലീസ് ഓഫീസറായിരുന്നപ്പോൾ ധാരാളം ഏറ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ദേഹത്ത് കൊണ്ടില്ല. കാരണം അത്ര ക്രൂരതയുള്ള പ്രവൃത്തി ചെയ്യുന്ന യൂണിവേഴ്സിറ്റി കോളേജും കേരള യൂണിവേഴ്സിറ്റി കോളേജിലെ അന്നത്തെ അവസ്ഥ അതായിരുന്നു. അവിടുത്തെ സംസ്കൃത കോളേജിൽ അത് തന്നെ. അവിടെ യൂണിയൻ കുട്ടികളെ അവരെ ആരെങ്കിലും ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ നേതാക്കന്മാരും MLA-മാരും കോളേജ് ക്യാമ്പസിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ചയെന്ന് എൻ്റെ മനസ്സിലുണ്ട്. കേരളത്തിലെ കുട്ടികളെ നശിപ്പിച്ച ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തന്നെ അവർ രാഷ്ട്രീയ പിന്നാമ്പുറത്തൂടെ നടക്കാൻ പരിശീലിപ്പിക്കുകയാണ്. നമുക്കതല്ല ആവശ്യം. നമുക്ക് കോളേജുകളിലും സ്കൂളുകളിലും ഒരു സംസ്കാരമുള്ള ജനതയെ വാർത്തെടുക്കണം, ഡിസിപ്ലിനുള്ള ജനതയെ വാർത്തെടുക്കണം, നല്ലതായിട്ട് ചിന്തിക്കാൻ കഴിവുള്ളവരെ വാർത്തെടുക്കണം. രാഷ്ട്രീയക്കാരുടെ ചിന്തയല്ല നമുക്ക് ആവശ്യം. അവരെല്ലാവരും നല്ല വിദ്യാഭ്യാസം സിദ്ധിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ എത്തപ്പെടേണ്ടവരാണ്. അതിന് കഴിവുള്ളവരാണ് മലയാളി കുട്ടികൾ. പക്ഷെ മലയാളി കുട്ടികൾ നല്ലൊരു ശതമാനത്തിനെ വയലൻസിലേക്ക് നയിച്ച് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ നശിപ്പിച്ചു കഴിഞ്ഞു. ഇതിൽ നിന്ന് ഒരു മോചനം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഹൈക്കോടതി ഇടപെടണം. ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ 32-42 വകുപ്പ് പ്രകാരം ഹൈക്കോടതിക്ക് ഇതിനകത്ത് ഇടപെടാം. അതുകൊണ്ട് ഹൈക്കോടതി ഇടപെടുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് 32(2)26 IPC പ്രകാരം കോടതി എത്രയും പെട്ടെന്ന് ഇടപെടുന്നതാണ് എൻ്റെ അപേക്ഷ. കാരണം ഭരണഘടന അനുസരിച്ച്, കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമുക്ക് ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യം നൽകുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യം നൽകുന്നു. ഇത് രണ്ടും ഇവിടെ വിച്ഛേദിച്ചിരിക്കുകയാണ്. SFI എന്ന് പറഞ്ഞ ആ സംഘടനയിലെ ചില വ്യക്തികൾ ഇതിവിടെ നിഷേധിച്ചിരിക്കുന്നത് ഭരണഘടന ലംഘനമായതുകൊണ്ടാണ് ഹൈക്കോടതി ഇതിനകത്ത് ഇടപെടേണ്ട സമയമായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു.